ഇപ്പോൾ ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഇതിനകത്തൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. ആക്ച്വലി ഞാനും ഏകദേശം ഈ ഒരു ഇതേപോലത്തെ ജേണി തന്നെയാണ് വന്നത്. അപ്പോൾ ഞാനും ഒരു ഫസ്റ്റ് ഇ കോമേഴ്സ് ക്ലയൻ്റൊക്കെ ഹാൻഡിൽ ചെയ്തത് ഒരു 2017 ടൈമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ സ്റ്റോറി ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. അവരെല്ലാവരും ആക്ച്വലി ഇതിനകത്തൊരു വലിയൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. തീർച്ചയായും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ബട്ട് അതിലോട്ട് എത്താനൊരു റൂട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നിന്ന് വന്നവർക്ക് ആക്ച്വലി ആ റൂട്ട് കുറച്ച് ഹാർഡായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കാരണം ഇന്ന് നോളജ് കുറേ ഒരുപാട് ഉണ്ട് അല്ലേ. പിന്നെ അവർക്ക് കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്, ആളുണ്ടെന്ന് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ എത്ര എക്സ്പെർട്സുകളുണ്ട്. ഏത് കാറ്റഗറി എടുത്താലും അതിനകത്ത് ഹെവി ആയിട്ടുള്ള എക്സ്പെർട്സുകളൊക്കെ ലിങ്ക്ഡിനിലും യൂട്യൂബിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അതെ. അതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ്റെ മെയിൻ പോയിന്റും അതാണ്. ഇതെങ്ങനെ ഒരു വേ നമുക്ക് കൊടുക്കാം. മീൻസ് ഈ ഒരു ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ഒരു DM ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു നല്ലൊരു ജോലിയിൽ അല്ലെങ്കിൽ ഇതൊരു കൂടുതൽ ജോലിയേക്കാളും ഈ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മിക്കവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ഫ്രീലാൻസ് മോഡലിലോട്ട് കയറാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നല്ലൊരു ഹൈലി പേയിങ് ഏജൻസിയിലോട്ട് കമ്പനിയിലോട്ട് മൂവ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ.